മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുടെ ഈശോ ഈ ദിവസം ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് ആർസിലെ വികാരിയായിരുന്ന വിശുദ്ധ മരിയ ജോൺ വിയാനി പുണ്യവാളന്റെ തിരുനാള് കൊണ്ടാടുകയാണ്. ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ് വിയാനി പുണ്യവാളൻ. ഈ പുണ്യവാന്റെ മധ്യസ്ഥത നമുക്ക് അപേക്ഷിച്ച് എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടവക വികാരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാ വൈദികരെയും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് ഈശോയുടെ മുമ്പിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഫ്രാൻസിലെ ആഴ്സ് എന്ന് പറയുന്ന പ്രദേശം വലിയ പാപത്തിൽ പൂണ്ടുകിടന്നവരുടെ ഒരു പ്രദേശമായിരുന്നു. തിന്മ കുടികുത്തിവാണ ഒരു ദേശമായിരുന്നു ഫ്രാൻസിലെ ആഴ്സ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് മരിയ ജോൺ വിയാനിയെ അധികാരികള് സേവനത്തിനായിട്ട് അയക്കുക. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ പ്രവർത്തനവും നിമിത്തം ആർസ് വലിയ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ത്യാഗപൂർണമായ പ്രവർത്തനവുമാണ് അതിന് കാരണമായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പുണ്യവാന്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിന്റെ പ്രാർത്ഥന കൊണ്ടും നിന്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നിന്റെ കുടുംബത്തെ മാറ്റാൻ നിനക്ക് സാധിക്കും. നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാനായിട്ട് നിനക്ക് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കുടുംബത്തിലെ നിന്റെ ജീവിത പങ്കാളി മദ്യപാനത്തിലൂടെ, സ്നേഹമില്ലാത്ത അവസ്ഥകളിലൂടെ, മടിയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ മക്കൾ വഴിതെറ്റി ജീവിക്കുന്ന ഒരവസ്ഥയിലാണോ? നിന്റെ മാതാപിതാക്കൾ വഴിതെറ്റി ജീവിക്കുന്ന അവസ്ഥയിലാണോ? നിന്റെ പ്രാർത്ഥന കൊണ്ടും നിന്റെ ത്യാഗപൂർണമായ പ്രവർത്തനം കൊണ്ടും അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ ധാരാളം സമയം എടുത്ത് നീ പ്രാർത്ഥിച്ചു നോക്കി. ഇദ്ദേഹം ചെയ്തെന്താ? കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവന്, നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നിന്റെ കുടുംബത്തെ നേടിയെടുക്കാൻ നിനക്ക് സാധിക്കും. ത്യാഗപൂർണമായ വാക്കുകൾ, ത്യാഗപൂർണമായ പ്രവർത്തികള് നിന്റെ കുടുംബത്തില് നീ ചെയ്തു നോക്കിക്കേ. നിന്റെ കുടുംബത്തില്, നിന്റെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ നിന്റെ ജീവിതം തകർച്ചകളിലൂടെ, വേദനകളിലൂടെ, ഇല്ലായ്മകളിലൂടെ, പരാജയങ്ങളിലൂടെ കടന്നുപോവുകയാണോ? നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. നിരന്തരമായ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നാണ് ഈശോനാഥൻ ഈ പുണ്യവാനിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കാം. അധ്വാനങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. കുറവുകളെ ഈശോയ്ക്ക് കൊടുക്കാം. ഒപ്പം എല്ലാ ഇടവക വൈദികരെയും, എല്ലാ വൈദികരെയും വിയാനി പുണ്യവാളുടെ മധ്യസ്ഥത വഴി ഈശോയുടെ സന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും അങ്ങ് ഇവരെ സഹായിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാന മേഖലകളെ അനുഗ്രഹിക്കണമേ. കൃപ ഇവർക്ക് ലഭിക്കട്ടെ. അഭിഷേകം ഇവർക്ക് ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അനന്തമായ കൃപകൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. ഈശോയെ എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.